ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വെൽക്കമിങ് ചെയ്യുന്നത് ഉറപ്പായിട്ടും പാരൻസിനെ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും തന്നെയാണ്. കാരണം പാരൻസ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ എന്താണ്, ഇതിലൊക്കെ പാരൻസും ഒരുപാട് ഇൻവോൾവ് ആവുന്നുണ്ട്. മക്കളെ ഏത് ഫീൽഡിലേക്ക് പറഞ്ഞയക്കണം. കാരണം PSC എന്ന് പറഞ്ഞൊരു മേഖലയിൽ തന്നെ ഒതുങ്ങി കൂടാണ്ട് സെൻട്രൽ ഗവൺമെന്റിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ അപ്ഡേറ്റ്സും കൂടെ നിങ്ങൾ അറിഞ്ഞു പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനലിന്റെ ഇനിഷ്യേറ്റീവ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു പാതയിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് ജോബ് അവസരങ്ങളുണ്ട്. നിങ്ങൾ വിളിക്കുക, നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ തന്നെ മറന്നുപോയ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പ് അവയർനെസ് ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത്, കാരണം നമ്മൾ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് IRDA അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷേ ഇത് പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരിക്കും. കാരണം മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് ശരിക്കും പറഞ്ഞാൽ IRDA എന്ന് പറയുന്നത്. അപ്പം നോർമലി നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത്രയും ജോബ് ഉണ്ടെന്ന്, പല ജോബിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കേട്ട് മറന്നത് തന്നെ എന്തായിരിക്കും, SSC RRB എന്ന് പറയുന്നതായിരിക്കും. അത് നമ്മളിങ്ങനെ ഒരുപാട് ഇപ്പൊ തന്നെ വരുന്ന അപ്ഡേറ്റ്സിലൂടെ ആയിരിക്കാം നിങ്ങൾ അറിയുന്നത് SSC RRB എന്ന് പറഞ്ഞ ജോബ് ഉണ്ടെന്ന്. പക്ഷെ അതിനപ്പുറം ഒരു മേഖല ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക, IRDA എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് സെക്ടർ. കാരണം SSC RRB മാത്രമല്ല, ബാങ്കിങ് സെക്ടറിന്റെ പല ഫീൽഡുകൾ, പല ഡിപ്പാർട്ട്മെന്റ്സ് എടുത്തു വെച്ചിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ വേക്കൻസീസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഓൾ ഇന്ത്യ ലെവലിൽ അത്രയും കട്ട് ഓഫ് കൂടി വരുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ലോകത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊപ്പം എത്തുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും മികച്ച സാലറി നിങ്ങൾക്കറിയാം, ഒരു നമ്മുടെ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു സാലറി പാക്കേജ് അല്ല സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരുമ്പോൾ അതിന്റെ സാലറി ഹൈക്ക് കണ്ടാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അത്രത്തോളം ഒരു ലൈഫിൽ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നേരെ കൊണ്ടുപോകണമെങ്കിൽ അത്രയും നല്ലൊരു സാലറി ഹൈക്ക് തന്നെ ഉണ്ടാവണം. അപ്പൊ ഇതിൽ കാണുന്നത് പോലെ തന്നെ IRDA എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ജോലിയല്ല. ഈവൻ വാക്കൻസീസ് കുറഞ്ഞു വന്നാൽ പോലും അതിന് അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് വരുന്ന ഒരു ബാങ്കിങ് സെക്ടറിങ് ജോലി, അതായത് ഇൻഷുറൻസ് ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് എന്തായാലും നോക്കാം. IRDA എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജ്മെന്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജറിന്റെ റിക്രൂട്ട്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്തിലാണ് വരുന്നത്, ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനും പുതിയ പുതിയ സ്കീംസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ പോളിസി എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റേഷൻ ഒക്കെ വേണ്ടിയായിട്ട് നിൽക്കുന്ന ഒരു താരിഫ് പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരു മികച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് IRDA എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പൊ SSC RRB പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ SSC RRB അടുത്ത 2025 എന്ന് പറഞ്ഞ ഒരു വർഷത്തിൽ ഒരു ജോബ് നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ കുറെ എക്സാംസ് ഉണ്ടെന്ന് മുന്നിൽ കണ്ട് വേണം നിങ്ങൾ എപ്പോഴും പഠിക്കാൻ. ഒരു എക്സാം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ജോബ് സ്കോപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടാന്നുള്ള കാര്യം കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാ നമ്മൾ എക്സാം എഴുതി പോവാന്നല്ല, നമ്മൾ എന്തിനാണോ നമ്മൾ പഠിക്കുന്നതെന്നുള്ളൊരു ക്ലിയർ കട്ട് എന്ത് വേണം, ഒരു എയിം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, പ്രിലിംസിന്റെ റിട്ടൺ എക്സാമിനേഷൻ ആണ് കേട്ടോ. പ്രിലിംസ് റിട്ടൺ എക്സാമിനേഷൻ ആണ് വരുന്നത്, മെയിൻസിനും റിട്ടൺ എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ phase 1 എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷൻ പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ തന്നെയാണ്. പക്ഷെ അതെന്താണ്, പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. MCQ നമ്മൾ നോർമലി SSC RRBക്ക് വരുന്ന MCQ ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഒബ്ജക്റ്റീവ് ലെവലാണ് പ്രിലിംസിന് വരുന്നത്. അത് കഴിഞ്ഞ് എന്തുണ്ട്, ഒരു മെയിൻസ് ഉണ്ട്. ആ മെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ലെവലാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നിൽക്കുന്ന എക്സാം ആണ്. അതായത് നമുക്ക് എഴുതണം, ആ മാർക്കിനുള്ള സംഭവങ്ങൾ നമ്മൾ എഴുതുകയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓൺലൈൻ എക്സാം ആയിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് ഈ phase 1 ആൻഡ് phase 2 നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ഇന്റർവ്യൂവും വരുന്നുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവസാനമായിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പാറ്റേണിലേക്ക് അത് മാറുന്നത്. ഇത്രയും കാര്യമാണ് അവിടെ നിങ്ങൾ സെലക്ഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇത്രയും തന്നെയാണ് എപ്പോഴും ബാങ്കിങ് സെക്ടറിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും നല്ല സാലറി ഹൈക്കോടെ ഒരു ജോലി കിട്ടുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോൾ തൊട്ടാണ്? 21 ഓഗസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്തത്. തീരുന്നത് എന്നാണ്? 20 സെപ്റ്റംബർ. അടുത്ത മാസം 20 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ വേക്കൻസിയൊക്കെ 49 വേക്കൻസിയെ ഉള്ളൂ എന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത്രയും വേക്കൻസിക്കാണോ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ചിന്തിക്കും. പക്ഷേ ഇതിലൊക്കെ വരുന്ന ഒരു സാലറി ഹൈക്കിങ്ങും ഇതിൽ വരുന്ന നിങ്ങൾക്ക് സേഫ് സോണിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. എഫേർട്ട് ഇട്ട് പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നോർമലി SSC RRB പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 49 വാക്കൻസി ഒരു പരിമിതി തന്നെയാണ്. ബട്ട് സ്റ്റിൽ അതൊരു പരിമിതിയായിട്ട് പറയാൻ പറ്റില്ല. കാരണം 2023 മുതൽ 45 വേക്കൻസി ഉള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഓരോ വർഷം കഴിയുന്നോറും എന്ത് ചെയ്യും? കൂടി വരേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പോഴേ ഒരു ട്രൈ നിങ്ങൾക്ക് അതിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ണ് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ ഒരാളാവാൻ കഴിയാൻ അത്ര ഡിഫിക്കൽട്ടി ഉള്ള കാര്യമല്ല. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട. പിന്നെ എന്താണ് ഏജ് ലിമിറ്റ്? കണ്ടല്ലോ, 21 to 30 ഇയേഴ്സ്. ഇത്രയും ഈ ഒരു ഏജിനിടയ്ക്കുള്ള ആൾക്കാർ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ? കോമ്പറ്റീഷൻ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതിൽ പലർക്കും എന്ത് ചെയ്യത്തില്ല? ഈ ഒരു എക്സാമിനെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ ഇത്ര വാക്കൻസി കൊണ്ട് അപ്ലൈ ചെയ്യാത്തവർ കാണും, അല്ലെങ്കിൽ ഇതിലോട്ട് അത്രയും പാടാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാത്തവർ പോലും കാണും. പിന്നെ അവരുടെ ഫീൽഡുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നോർമൽ ഇത് ഇപ്പം ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. സാലറി കണ്ടോ? ബേസിക് സാലറി തന്നെ നിങ്ങൾക്ക് വരുന്നത്, ബേസിക് സാലറി വരുന്നത് 44,000 തൊട്ടിട്ട് എത്രയുണ്ട്? 89,000 വരെയാണ്. 89,000 വരെ വരുന്നുണ്ട്. അതായത് നിയർ ബി നമ്മളിപ്പോൾ 1 ലക്ഷത്തി പുറത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1,25,000 46,000 വരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നമുക്ക് ഗ്രോസ് സാലറി കിട്ടാറുണ്ട്. ഇൻക്രിമെന്റ്സ് ഉൾപ്പെടെ വരുമ്പോൾ നമ്മൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാലറി 1 ലക്ഷത്തിൽ പുറത്തുള്ള സാലറിയാണ്. അത് ചെറിയൊരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഇതാണ്. ബേസിക്ക് പോലും നമുക്ക് ഇത്രയും തരുന്നുണ്ടെങ്കിൽ, ഇത്രയും നല്ല സാലറി തരുന്നത് ബാങ്കിങ് സെക്ടറിൽ അല്ലാതെ വേറെ ഏത് സെക്ടറുണ്ട് ഇത്രയൊക്കെ ഇൻക്രിമെന്റ്സ് തരുന്നത്? അപ്പം അതൊരു 49 വാക്കൻസി ആണെന്നുള്ളൊരു പരിമിതിയല്ല നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് പഠിച്ച് ഓടി എത്തുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, സാലറി പാക്കേജ് തന്നെ നോർമലി 89,000 അടുത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് ടയർ 1ന്റെ പാറ്റേൺ. ഇനി എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണോ എന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന സബ്ജക്റ്റ് ആണോ? നമ്മുടെ SSCയിലുള്ള അതേ സബ്ജക്റ്റ് ആണ് നമുക്ക് സ്റ്റാഫ് സെലക്ഷനിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ റെയിൽവേയിലൊക്കെ വരുന്ന സെയിം സിലബസ് ആണ് വരുന്നത്. റീസണിങ്, ഇംഗ്ലീഷ്, GK, മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, ജനറൽ അവയർനെസ്, GK, ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, എല്ലാം 40. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടയർ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്ത് തന്നെയാണ്? ഒബ്ജക്റ്റീവ്. നിങ്ങൾക്ക് MCQ പോലെ ടെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് മാർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 160 ക്വസ്റ്റ്യൻ ഉണ്ട്. 160 മാർക്കിന് 160 ക്വസ്റ്റ്യൻ ഉണ്ട്. 160 മാർക്കിന് എത്ര മിനിറ്റ് ആണ്? 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് 1.5 മണിക്കൂറുണ്ട് നിങ്ങളുടെ മുന്നിൽ ടൈം. 1.5 മണിക്കൂറാണ് നിങ്ങളുടെ മുന്നിലെ ടൈം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും 160 ക്വസ്റ്റ്യൻ എഴുതാൻ 160 മാർക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട്? 1.5 മണിക്കൂർ ടൈമിങ്ങും ഉണ്ട്. ഓക്കെ, ഇതിലിടയ്ക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവിങ് എത്രയായിരിക്കും? 1 മാർക്കാണെന്ന് പറഞ്ഞു. 1/4 ആണ് നെഗറ്റീവിങ്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴേ 1 മാർക്ക് നിങ്ങൾക്ക് പോകുന്നുള്ളൂ. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് പാറ്റേണിങ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ടയർ 1ന്റെ പേപ്പർ എന്ന് പറയുന്നത്. ഇതെന്താണ്? MCQ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ടയർ 2ന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പർ 1ൽ വരുന്നത് ഇംഗ്ലീഷ്. ഇനി പേപ്പർ 2ൽ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇമ്പാക്ടിങ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ ഒരു പേപ്പറാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഇൻഷുറൻസ് സർവിങ് ബോർഡ് നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ അവർ ഇൻഷുറൻസ് ആൻഡ് എക്കണോമിക്കലായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ 2ൽ ചോദിക്കുന്നത്. അത് 100 മാർക്കിന്. ഇംഗ്ലീഷ് 100 മാർക്കിന്. എക്കണോമിക്സ് എന്ന് പറയുന്ന സോഷ്യൽ ഇഷ്യൂസ് ഇമ്പാക്ടിങ് ഇൻഷുറൻസിന്റെ പേപ്പർ ഒരു 100 മാർക്കിന്. അത് കഴിഞ്ഞ് ഇൻഷുറൻസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഒരു 100 മാർക്കിന്. ഇങ്ങനെയാണ് ആ ഒരു മാർക്കിംഗ് സ്കീം വരുന്നത് കേട്ടോ. അപ്പം അതിനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് 180 മിനിറ്റ് 300 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 180. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നല്ല സെന്റൻസ് ബേസ് ആയിട്ട്. ഇത് MCQ അല്ല, ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ എഴുതി ആണ് ഫലിപ്പിക്കേണ്ടത്. നമുക്ക് അറിയാലോ, പണ്ട് റിട്ടേൺ എക്സാമിനേഷനൊക്കെ എഴുതുന്ന പോലെ നമ്മൾ എഴുതി ഫലിപ്പിക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും, അതിനെന്ത് ചെയ്യുക? ഇത്ര പാരഗ്രാഫിൽ നമ്മൾ എഴുതി കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ടയർ 2ൽ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ടയർ 1 ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ
ടയർ 2 എത്തുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, നിങ്ങൾക്ക് പിന്നെ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാര്യമാണ് ടയർ 2 എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷെ അതും എന്ത് തന്നെയാണ്, ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് ഗ്രാജുവേഷൻ. എന്താണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ് കേട്ടോ. എന്തിനാണ് പ്രത്യേകത, നമുക്ക് എന്തുണ്ടായിരിക്കണം, ഡിഗ്രി കയ്യിലുണ്ടായിരിക്കണം. നമുക്ക് എന്തുണ്ടായിരിക്കണം, ഡിഗ്രി കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഡിഗ്രി കയ്യിലുണ്ടായിരിക്കണം. 20/9 നമ്മൾ പറഞ്ഞല്ലോ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20/9/2024, അതായത് അടുത്ത മാസം 20-ാം തീയതിയാണ്. നമ്മളിപ്പോൾ ഏജ് ഗ്രൂപ്പ് പറയുമ്പോഴും എന്താണ് 21 to 30 വയസ്സ് വരെ എന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ ഏജ് ഗ്രൂപ്പാണ്, 20/9/2024 നിങ്ങൾ എത്ര വയസ്സായിരിക്കണം, 21-നും 30 വയസ്സിനും ഇടയ്ക്കായിരിക്കണം. ആ ഒരു ഇതാണ് 20/9 എന്ന് പറഞ്ഞൊരു ടൈമിംഗ് ആണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഗ്രാജുവേഷൻ്റെ കാര്യവും. 20/9/2024 നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ നമ്മുടെ എന്തുണ്ടായിരിക്കണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്നിട്ട് എത്ര മാർക്കാണ് പറയുന്നത് അവർ, മിനിമം 60% മാർക്കാണ് പറയുന്നത്. മിനിമം 60% മാർക്കുള്ള എല്ലാ പേർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്രാജുവേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മിനിമം 60% മാർക്കുണ്ടോ, നിങ്ങൾക്ക് എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. IRDAയുടെ അസിസ്റ്റന്റ് മാനേജ്മെന്റ് വേക്കൻസി സ്ട്രീം വൈസ് ആണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വിളിച്ചിരിക്കുന്ന സ്ട്രീം എങ്ങനെയാണ്, ജനറൽക്കാർക്ക് 24 വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജനറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ എല്ലാ പഠിച്ച പേപ്പറുകാർക്ക് കേട്ടോ. ആക്ച്വറിയൽ പേപ്പർക്ക് എന്താണ് 5 വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. IT ഫീൽഡുകാർക്ക് ഒരു 5 വേക്കൻസി, റിസർച്ച് ഫീൽഡുകാർക്ക് 5 വേക്കൻസി, ലോ ഫീൽഡുകാർക്ക് 5 വേക്കൻസി, അതുപോലെ ഫിനാൻസ് ഫീൽഡുകാർക്ക് 5 വേക്കൻസി. ഇങ്ങനെയാണ് 49 വേക്കൻസി നമുക്ക് ടോട്ടലി വന്നിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ഈ IT പഠിച്ചവർക്കും ലോ പഠിച്ചവർക്കും അതുപോലെ തന്നെ റിസർച്ച് സ്കീമും ഫിനാൻസ് സ്കീമും ഒക്കെ പഠിച്ചവർക്ക് ഒരു പ്രത്യേക ഒരു എന്തായിരിക്കും, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവിടെ വരുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷെ എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ വിത്ത് 60% എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് കണ്ടോ, ഇത്രയും സ്കീമ് ഇത്ര ഒരു ആൾക്കാർക്ക് മാത്രമേ അവർ വേക്കൻസീസ് ഇടുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അത് പഠിച്ചവർക്ക് മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് പോകുന്നത്. കാരണം എല്ലാ പേരും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് അവിടെ ചാൻസ് ആണ്. നിങ്ങളും വിചാരിക്കും എല്ലാവരും അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾ ഈ ഒരു സ്കീമിനകത്താണ് വരുന്നത്, ഈ സ്ട്രീമിനകത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള ഡൗട്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഇതിൻ്റെ കോച്ചിങ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കി തരിക എന്ന് മാത്രമുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, IRDAI എന്ന് പറയുന്ന .gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക നിങ്ങൾ. ഓക്കെ, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കയറുക. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇവരുടെ നോട്ടിഫിക്കേഷൻ ആ ഒരു ഫ്രണ്ട് ഔട്ട് ബോക്സിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്, ജനറൽ OBC EWS കാറ്റഗറിക്ക് എന്താണ് 750 രൂപയാണ് ഫീസ്. ഫീസിൻ്റെ കാര്യം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നവരാണെങ്കിൽ നോക്കിയും കണ്ടിട്ടും ചെയ്യുക. കാരണം ഇതൊക്കെ കൊണ്ടിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അവിടെ എന്താണ് ചാൻസുകൾ എന്താണ് കൂടുതലാണ്, പലർക്കും ചാൻസ് കൂടുതലാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസ്. SC ST PWDക്ക് ആണെങ്കിൽ 100 ആണ് കേട്ടോ. SC ST PWDക്ക് ആണെങ്കിൽ 100 ആണ്. അപ്പോൾ ഈ SC ST PWD എന്ന് പറഞ്ഞാൽ PWD എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി കാറ്റഗറിക്കാണ് 100 ഇതാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഏജ് നമ്മളിപ്പോൾ പറഞ്ഞു 21 to 30 ആണെന്ന് പറഞ്ഞു. അതിൽ SC STക്ക് ആണെങ്കിൽ എത്ര വർഷത്തിൻ്റെ ഇളവുണ്ടായിരിക്കും, 5 വർഷം റിലാക്സേഷൻ കാണും, +5 എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് OBCക്ക് ആണെങ്കിൽ 3 years റിലാക്സേഷൻ കാണും. എല്ലാത്തിലും കാണുന്നത് പോലെ തന്നെ PWD കാറ്റഗറിക്ക് ആണെങ്കിൽ ഒരു 10 to 15 വർഷത്തിൻ്റെ റിലാക്സേഷൻ കാണും. അത് PWD കാറ്റഗറി ഏതാണ്, ജനറൽ ആണോ OBC ആണോ ST ആണോ എന്നുള്ള രീതിക്കാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ ഒരു 5 വർഷത്തിൻ്റെ വീണ്ടും ഒരു ഇളവ് കാണും. ഓക്കെ, മിലിറ്ററിയിലെ എക്സ് ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരും കേട്ടോ. അപ്പം അത്രയും കാര്യം അവിടെ മനസ്സിലാക്കുക. അപ്പോൾ ജനറൽ OBC EWSന് 750 രൂപയാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, candidates must visit the official website of IRDA.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. അത് തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവണം. IRDAയിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുക. എടാ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് അത് യൂസ് ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 49 വേക്കൻസി ഉള്ളത്, നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അടുത്തൊരു ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു വർഷം ആകുമ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ എന്ത് ചെയ്യുക, മനസ്സിൽ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ലോയോ അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസിയോ ഒക്കെ എടുത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പറയണത്. അപ്പോൾ ഇങ്ങനെയും എക്സാംസ് ഉണ്ട്, വർഷത്തിൽ ഒരിക്കൽ വിളിക്കുന്ന ഇങ്ങനത്തെ എക്സാംസുകളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫസ്റ്റ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാക്കിയുള്ള ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഫിൽ ഔട്ട് ദ ആപ്ലിക്കേഷൻ ഫോം. അവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കും, അതിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ റിലവൻറ്റ് ഇൻഫർമേഷൻ ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ്സ്, അവർ പറയുന്ന ഒരുപാട് ഡോക്യുമെന്റ്സ് കാണുമല്ലോ, ആധാർ, 10ന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം പറയും, അതെല്ലാം കൊടുക്കുക. ഇനി അടുത്ത് എന്താണ്, പേ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ മോഡ്. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, നേരത്തെ പറഞ്ഞില്ല 750 എന്ന് പറഞ്ഞ പൈസ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കുക. ഇനി അടുത്ത് എന്താണ്, സബ്മിറ്റ് ദ IRDA അസിസ്റ്റന്റ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം. പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, എൻ്റെ കമൻസ്മെന്റ്. നിങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ കണ്ടോ, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ, ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇങ്ങനെ ബോക്സ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തവരാണെങ്കിൽ നേരെ ലോഗിൻ ചെയ്ത് കയറുക, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ലോഗിൻ വെച്ചിട്ട് കയറുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിയർ ബൈ സെന്റേഴ്സിലൊക്കെ പോയി ഒന്ന് എന്ത് ചെയ്യുക, ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്, ചെന്ന് ചോദിക്കുക. IRDAI എന്ന് പറയുന്നതിൻ്റെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്, എനിക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെബ്സൈറ്റിൽ കയറി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എക്സാംസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കുക. പുതിയ പുതിയ എക്സാംസുകളുണ്ട്, അതിനൊക്കെ അപ്ലൈ ചെയ്ത് എവിടെയാണ് നമ്മുടെ ലക്കെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതി ഒരു ജോലി എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്